1990 മാർച്ച് 18 അമേരിക്കയിലെ പ്രശസ്തമായ ഇസബെല്ല സ്റ്റുവർട്ട് ഗാർഡനർ മ്യൂസിയം. സമയം പുലർച്ചെ 1:24. രണ്ടുപേർ ധൃതിയിൽ മ്യൂസിയത്തിനകത്തേക്ക് കയറിപ്പോയി. ഏതാണ്ട് 1 മണിക്കൂർ 21 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പുറത്തു വന്നു. പക്ഷെ പുറത്തേക്ക് വന്നപ്പോൾ അവരുടെ കയ്യിൽ ചില പെയിന്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അവർ അതും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. പിറ്റേ ദിവസം മോർണിംഗ് ഡ്യൂട്ടിക്ക് വന്ന സെക്യൂരിറ്റി ഗാർഡ് നോക്കിയപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ഗാർഡുകളെ കാണാനില്ല. മ്യൂസിയത്തിനകത്തേക്ക് ഓടിച്ചെന്ന് അവർ ഞെട്ടിപ്പോയി. അവിടെ ആകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ബേസ്മെന്റിൽ നിന്നെന്തോ ശബ്ദം കേട്ട് അവർ അങ്ങോട്ടേക്ക് ഓടി. നോക്കുമ്പോഴുണ്ട് 2 ഗാർഡുകളെയും ഒരു പൈപ്പിനോട് ചേർന്ന് കെട്ടിവെച്ചിരിക്കുന്നു. അപ്പോഴാണ് അവർക്ക് ആ കാര്യം മനസ്സിലായത്. മ്യൂസിയം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഏതാനും പെയിന്റിങ്ങുകൾ മോഷണം പോയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളേറെ അവരെ ഞെട്ടിച്ചത് നഷ്ടപ്പെട്ട പെയിന്റിങ്ങുകളുടെ മൂല്യമായിരുന്നു. ഏകദേശം $500 മില്യൺ. എന്താണ് സംഭവിച്ചതെന്ന് ഗാർഡുകൾ വിശദീകരിക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രി ഒരു ഗാർഡ് മെയിൻ ഗേറ്റിനടുത്തിരിക്കുകയായിരുന്നു. മറ്റൊരാൾ കുറച്ചു മാറി അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസ് വേഷത്തിലെത്തിയ 2 പേർ അങ്ങോട്ടേക്ക് വന്നത്. മ്യൂസിയത്തിൽ എന്തോ പ്രശ്നമുള്ള വിവരം ലഭിച്ചിട്ടാണ് അവർ വന്നതെന്നും ഗേറ്റ് തുറക്കാനും അവർ ആവശ്യപ്പെട്ടു. ഗേറ്റ് തുറന്നതും അവർ ഗാർഡിനോട് പറഞ്ഞു, നിങ്ങൾ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കെതിരെ വാറന്റുണ്ട്. നിങ്ങളുടെ ID കാർഡ് കാണിക്കൂ. ID കാർഡുമായി ഗാർഡ് വന്നതും അവർ അയാൾ ആക്രമിച്ച് വിലങ്ങി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊരു അറസ്റ്റല്ല, കവർച്ചയാണ്. ഞങ്ങളെ എതിർക്കാതിരുന്നാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പേടിക്കണ്ട, നിങ്ങളെ തടയാൻ മാത്രമുള്ള ശമ്പളമൊന്നും ഞങ്ങൾക്ക് നൽകുന്നില്ല എന്നായിരുന്നു ഗാർഡിന്റെ മറുപടി. അവർ 2 ഗാർഡുകളെയും ബേസ്മെന്റിൽ കെട്ടിവെച്ച ശേഷം മ്യൂസിയത്തിനകത്തേക്ക് കയറി. ആദ്യം തന്നെ അവർ വീഡിയോ ടേപ്പ് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ അപ്പോഴും അവരുടെ ചലനങ്ങൾ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവർ അറിഞ്ഞില്ല. അതിനുശേഷം മുകളിലത്തെ നിലയിലെത്തിയ അവർ റെംബ്രാൻഡ്സിന്റെ ചിത്രം ചുമരിൽ നിന്നും എടുക്കാൻ തുടങ്ങി. പക്ഷെ ഭാരമേറിയ മരം കൊണ്ട് നിർമ്മിച്ച ഫ്രെയിം ഉള്ളതിനാൽ അവർക്ക് അതെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. റെംബ്രാൻഡ്സും വെർമീറുമായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യമെങ്കിലും 13ഓളം പെയിന്റിങ്ങുകൾ അവർ അവിടെ നിന്ന് മോഷ്ടിച്ചു. വിവരമറിഞ്ഞ ഉടൻ പോലീസും FBI-യും അന്വേഷണം ആരംഭിച്ചു. അവർ ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടു. ജെയിംസ് വൈറ്റി ബൾജർ എന്നയാളെ പോലീസിന് ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നു. കാരണം കുറെ കാലമായി ഇയാൾ FBI-യുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ആളാണ്. പക്ഷെ അവർക്ക് ബൾജറെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ 4 വർഷങ്ങൾക്ക് ശേഷം മ്യൂസിയത്തിൽ ഒരു അജ്ഞാത കത്ത് ലഭിച്ചു. $2.6 മില്യൺ തങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാമെങ്കിൽ പെയിന്റിംഗ് തിരികെ നൽകാമെന്നായിരുന്നു കത്തിൽ പറഞ്ഞത്. കത്ത് FBI-ക്ക് കൈമാറി. പെയിന്റിംഗ് വിറ്റിട്ടില്ലെന്നും എന്നാൽ എളുപ്പത്തിൽ വിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യത്താണ് സംരക്ഷിച്ചിരിക്കുന്നതെന്നും കത്തിൽ പറഞ്ഞിരുന്നു. അതിന് മറുപടിയായി ബോസ്റ്റൺ ഗ്ലോബ് എന്ന പത്രത്തിലൂടെ കത്ത് എഴുതിയ ആൾക്ക് ഒരു സിഗ്നൽ നൽകി. അതോടെ 2ാമത്തെ കത്തും ലഭിച്ചു. പെയിന്റിംഗ് എവിടെയുണ്ടെന്ന് ചില സൂചനകൾ നൽകാമെന്ന് ആ കത്തിലൂടെ പറഞ്ഞു. പക്ഷേ എങ്കിലും പിന്നീട് യാതൊരു വിവരവും കിട്ടിയില്ല. അങ്ങനെ 1ാം ഘട്ട അന്വേഷണം അവിടെ പരാജയപ്പെട്ടു. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും വിവരം ലഭിക്കാനായി FBI ഒരു പരസ്യം ചെയ്തു. നഷ്ടപ്പെട്ട പെയിന്റിങ്ങിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് $5 മില്യൺ പാരിതോഷികം നൽകുമെന്നായിരുന്നു അത്. അതിൽ നിന്നും പുതിയൊരു വിവരവും ലഭിക്കാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് ബൾജറെ പിടികിട്ടുന്നത്. എന്നാൽ ബൾജർ കുറ്റം സമ്മതിച്ചില്ല. അങ്ങനെ കേസ് വീണ്ടും തെളിയിക്കാൻ കഴിയാതെ പോയി. പക്ഷേ 2013-ൽ FBI ഒരു പ്രഖ്യാപനം നടത്തി. കൊള്ള നടത്തിയതിന് പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ അവരുടെ പേര് പുറത്തുവിടാനാകില്ല. പെയിന്റിങ്ങുകൾ ഫിലാഡൽഫിയ ഭാഗത്ത് വിൽക്കാൻ ശ്രമിച്ചതായി ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ പുതിയൊരു ടീമിനെ വെച്ച് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ പുതിയൊരു വിവരം ലഭിച്ചു. മോഷണ സാധനങ്ങൾ വാങ്ങുന്ന റോബർട്ട് ജെൻഡെയിൽ എന്ന യൂസ്ഡ് കാർ സെയിൽസ്മാൻ, അയാൾക്ക് കളവിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാമെന്ന് FBI മനസ്സിലാക്കി. പക്ഷെ അയാൾ അത് നിരസിച്ചു. നുണ പരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ FBI-ക്ക് ആ കാര്യം ഉറപ്പായി. അവർ അയാളുടെ വീട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നും ഒരു ലിസ്റ്റ് അവർക്ക് ലഭിച്ചു. മോഷ്ടിക്കപ്പെട്ട പെയിന്റിങ്ങുകളുടെ പേരും അവയുടെ മൂല്യവും അതിൽ എഴുതിയിരുന്നു. പെയിന്റിംഗ് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അവർ റഡാർ കൊണ്ടുവന്ന് പരിശോധിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കേസ് എങ്ങും എത്തിയില്ല. അപ്പോഴാണ് പുതിയൊരു സംശയം ഉണ്ടായത്. അന്നത്തെ സെക്യൂരിറ്റി ഗാർഡായ ആബത്ത്, എന്തുകൊണ്ട് അയാൾക്ക് ഇതിൽ പങ്കുണ്ടായിക്കൂടാ? അന്നത്തെ മോഷൻ ഡിറ്റക്ടറിൽ അയാളുടെ കാൽപ്പാടുകൾ മാത്രമാണ് പതിഞ്ഞത്. അതേക്കുറിച്ച് അയാൾ ഒരു വിശദീകരണവും തന്നിട്ടില്ല. മാത്രവുമല്ല അയാൾക്ക് ചില ഗ്യാങ്സ്റ്റേഴ്സുമായി ബന്ധമുണ്ടായിരുന്നിരിക്കണം. പക്ഷേ 4 വർഷത്തോളമായി അയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ FBI നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിൽ കാര്യമായ വരുമാനമോ ലക്ഷറി ലൈഫ് സ്റ്റൈലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കേസ് വീണ്ടും ഒരു ഡെഡ് എൻഡിലേക്ക് പോയി. ഇന്നും തെളിയിക്കപ്പെടാതെ ആ കേസ് അവിടെ തന്നെ കിടക്കുന്നു. എന്തെങ്കിലും പെയിന്റിംഗ് തിരികെ ലഭിച്ചാൽ വെക്കാനായിട്ടുള്ള കാലിയായ ഫ്രെയിമുകളാണ് ഇപ്പോൾ മ്യൂസിയത്തിലുള്ളത്. ആരായിരിക്കും ഈ മോഷണത്തിന് പിന്നിൽ? ബൾജറോ അതോ റോബർട്ട് ജെൻഡെയിലോ അതോ സെക്യൂരിറ്റി ഗാർഡുകൾ തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.